കാലമായി റഷ്യയും ഇന്ത്യയും തമ്മിൽ നിലനിന്നിരുന്ന നയതന്ത്ര ബന്ധത്തിന്റെ കണ്ണികൾ അകന്നു തുടങ്ങിയെന്ന സൂചന നൽകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ നിന്നുള്ള യുവാക്കളെ റഷ്യൻ സേനയിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്താണ് റഷ്യ യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നത്. അടുത്തിടെ റഷ്യൻ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്ത തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ TB ബിനിൽ എന്ന 32 വയസ്സുകാരൻ റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ ഡ്രോൺ ആക്രമണത്തിനിടെ മരണപ്പെടുകയുണ്ടായി. അതോടൊപ്പം ബിനിലിന്റെ ബന്ധുവായ ജെയിൻ TK എന്ന യുവാവിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനൊക്കെ പുറമെ 200-ൽ പരം ഇന്ത്യൻ യുവാക്കളെ റഷ്യയിൽ നിന്നും കാണാതായിരിക്കുന്നുവെന്ന പരാതികളും കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം 16 ഇന്ത്യക്കാരെ കാണാതായിരിക്കുന്നുവെന്ന ഔദ്യോഗിക സ്ഥിരീകരണം റഷ്യ നടത്തിയിട്ടുണ്ട്. അവർ എവിടെയാണെന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യക്കെതിരെയുള്ള നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധത്തിൽ പോരാടുന്നതിനായി റഷ്യൻ സേനയുടെ ഭാഗമാക്കിയ 126 ഇന്ത്യക്കാരുടെ കേസുകൾ മോസ്കോയിലെ ഇന്ത്യൻ എംബസി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. റഷ്യൻ സേനയിൽ ചേരുന്നതിനായുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഇന്ത്യൻ പൗരന്മാരെ തടയാനുള്ള ശ്രമങ്ങൾക്കിടയിലും അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മോസ്കോയിലെ ഇന്ത്യൻ എംബസി അറിയിച്ച 126 ഇന്ത്യക്കാരിൽ 96 പേർ ഇതുവരെ ഇന്ത്യയിലേക്ക് മടങ്ങി. ബാക്കിയുള്ളവരിൽ 12 പേർ വിവിധ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇതിൽ അടുത്തിടെ മരിച്ച വടക്കാഞ്ചേരി സ്വദേശിയും ഉൾപ്പെടുന്നു. കാണാതായ ഇന്ത്യൻ പൗരന്മാരെ കണ്ടെത്തുന്നതിനും അവശേഷിക്കുന്നവരെ എത്രയും വേഗം മോചിപ്പിക്കുന്നതിനും നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനും വിദേശകാര്യ മന്ത്രാലയം റഷ്യൻ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണ്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നു, റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ റിക്രൂട്ട് ചെയ്യപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്റെ മരണം ദൗർഭാഗ്യകരമാണ്. സമാനമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മറ്റൊരു പൗരൻ പരിക്കേറ്റ് മോസ്കോയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. മോസ്കോയിലെ ഇന്ത്യൻ എംബസി ഈ 2 ഇന്ത്യക്കാരുടെയും കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്നും രൺധീർ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. മൃതദേഹം ഇന്ത്യയിലേക്ക് എത്രയും വേഗം എത്തിക്കുന്നതിനായി ഞങ്ങൾ റഷ്യൻ അധികൃതരുമായി സഹകരിച്ചു വരികയാണ്. പരിക്കേറ്റയാളെ എത്രയും വേഗം ഡിസ്ചാർജ് ചെയ്ത് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോസ്കോയിലെ റഷ്യൻ അധികൃതരുമായും ന്യൂഡൽഹിയിലെ റഷ്യൻ എംബസി മുഖാന്തരവും ഈ വിഷയം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറയുന്നു. അതേസമയം റഷ്യൻ സൈന്യം റിക്രൂട്ട് ചെയ്ത ഇന്ത്യൻ പൗരന്മാരെ എത്രയും വേഗം പിരിച്ചുവിടണമെന്ന ആവശ്യവും ഇന്ത്യ റഷ്യയോട് ശക്തമായി ആവർത്തിച്ചു വരികയാണ്. മരിക്കുന്നതിന് മുൻപ് വടക്കാഞ്ചേരി സ്വദേശിയായ TB ബിനിൽ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 12 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടെന്ന പുതിയ കണക്ക് സർക്കാർ അംഗീകരിച്ചത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കൂടുതൽ ഇന്ത്യക്കാരുടെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള 2 കൂടിക്കാഴ്ചകളിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ നിരന്തര ശ്രമങ്ങൾ നടത്തിയിട്ടും അത് ഇന്നും യാതൊരുവിധ മാറ്റവുമില്ലാതെ തുടരുകയാണ്. ഇക്കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രകാരം ആ സമയത്ത് 91 ഇന്ത്യക്കാരാണ് റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അതിൽ 8 പേർ കൊല്ലപ്പെട്ടുവെന്നും സംഘർഷാവസ്ഥയിൽ നിന്ന് 69 ഇന്ത്യക്കാരെ സൈനികമായി പിരിച്ചുവിടാനും തിരികെ കൊണ്ടുവരുവാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെന്നാണ്. എന്നാൽ ഡിസംബറിൽ 19 ഇന്ത്യക്കാർ റഷ്യൻ സായുധ സേനയിൽ തുടരുന്നുവെന്ന വിവരം വിദേശകാര്യമന്ത്രി S ജയശങ്കർ പാർലമെന്റിനെ അറിയിക്കുകയുണ്ടായി. പ്രധാനമായും പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, കേരളം, ജമ്മു കാശ്മീർ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് റിക്രൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആകർഷണീയമായ ഉയർന്ന ശമ്പളവും ഒപ്പം റഷ്യൻ പൗരത്വവും വാഗ്ദാനം ചെയ്യുന്നതിനാലാണ് ഭൂരിഭാഗം യുവാക്കളും റഷ്യൻ സേനയിൽ ചേരുന്നതിന് കാരണമായത്. കേന്ദ്ര സർക്കാരുമായോ ഇന്ത്യൻ എംബസിയുമായോ ബന്ധപ്പെടാത്ത എത്ര പേർ റഷ്യ യുക്രൈൻ സംഘർഷ മേഖലയിൽ എത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. റഷ്യയിൽ സൈനിക സപ്പോർട്ട് സർവീസിൽ ചേർന്ന കേരളത്തിൽ നിന്നുള്ള യുവാവ് മരിച്ച സംഭവത്തിൽ 3 പേരെ ഇക്കഴിഞ്ഞ ദിവസം കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു.
തൃശൂർ സ്വദേശികളായ സന്ദീപ് തോമസ്, സുമേഷ് ആന്റണി, സിബി എന്നിവരാണ് അറസ്റ്റിലായത്. ആദായകരമായ ജോലി വാഗ്ദാനം ചെയ്ത് യുവാക്കളെ റഷ്യയിലേക്ക് അയച്ചുവെന്നതാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. കേരള മിലിറ്ററി റിക്രൂട്ട്മെന്റ് കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം വടക്കാഞ്ചേരി പോലീസാണ് പ്രതികളെ പിടികൂടിയത്. ഈ പ്രതികൾക്കെതിരെ എമിഗ്രേഷൻ നിയമം, മനുഷ്യക്കടത്ത്, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. മരിച്ച 32-കാരനായ ബിനിൽ, പരിക്കേറ്റ 27-കാരനായ ജെയിൻ എന്നിവർ ITI മെക്കാനിക്കൽ ഡിപ്ലോമ നേടിയവരാണ്. ഇലക്ട്രീഷ്യന്മാരായും പ്ലംബർമാരായും ജോലി ചെയ്യാമെന്ന പ്രതീക്ഷയോടെയാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ 4-ന് അവർ റഷ്യയിലെത്തിയത്. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവരുടെ ഇന്ത്യൻ പാസ്പോർട്ടുകൾ എടുത്തു കളഞ്ഞു. തുടർന്ന് റഷ്യൻ മിലിറ്ററി സപ്പോർട്ട് സർവീസിന്റെ ഭാഗമായി അവരെ യുദ്ധമേഖലയിലേക്ക് അയക്കുകയായിരുന്നു. സംഘർഷ മേഖലയിൽ മുൻനിര ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട വിവരം ബിനിൽ തന്റെ കുടുംബത്തെ അറിയിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. അനൌദ്യോഗിക മാർഗങ്ങളിലൂടെ വിദേശത്ത് തൊഴിൽ തേടുന്ന വ്യക്തികൾ നേരിടുന്ന അപകട സാധ്യതകൾ ഈ കേസ് എടുത്തു കാണിക്കുന്നു. വിദേശ തൊഴിലവസരങ്ങൾ സ്വീകരിക്കുന്നതിനു മുൻപ് തൊഴിൽ ഓഫറുകൾ പരിശോധിക്കേണ്ടതിന്റെയും അപകട സാധ്യതകൾ മനസ്സിലാക്കുന്നതിന്റെയും പ്രാധാന്യത്തിനാണ് ഈ സംഭവം അടിവരയിടുന്നത്. ഭാവിയിൽ സമാനമായ സംഭവങ്ങൾ തടയുന്നതിനായി ഈ റിക്രൂട്ട്മെന്റ് ശൃംഖലയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം നടന്നു വരികയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.